പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാഥനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ വന്ന് അല്പസമയം അങ്ങയുടെ ദിവ്യമായ സ്നേഹത്തെ അനുഭവിച്ചറിയുവാനും ആ സ്നേഹത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഞങ്ങൾക്ക് അവസരം തന്ന അങ്ങയുടെ കൃപയെപ്പറ്റി ഓർത്ത് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ നിരന്തരമായി നന്മയുടെ മാർഗത്തിലൂടെ, കൃപയുടെ മാർഗത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈശോയെ, ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതുമയാർന്നതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഓരോ പ്രഭാതത്തിലും അങ്ങ് പുതിയ അനുഗ്രഹങ്ങളും കൃപകളുമായി ഞങ്ങളിലേക്ക് കടന്നു വരുന്നു. ഓരോ പ്രഭാതത്തിലും പുതിയ അനുഗ്രഹങ്ങളെ, കൃപകളെ ഞങ്ങളിലേക്ക് വാരിച്ചൊരിയുന്നു. ഞങ്ങളൊക്കെ ഓരോ ദിവസവും ആയിരിക്കുന്നത് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. അങ്ങയുടെ കൃപയില്ല എങ്കിൽ ഞങ്ങളൊക്കെ ഈയാമ്പാറ്റകളെ പോലെ പിടഞ്ഞു വീണ് ഇല്ലായ്മയിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എന്നെ ദൈവമേ, അങ്ങ് പൈതൃകമായ അങ്ങയുടെ സ്നേഹം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിക്കുന്നു. കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വാരി വിതറിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് കർത്താവെ ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ സമൃദ്ധിയിൽ, കൃപയിൽ ഞങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ. നീർച്ചാൽ തേടുന്ന മാൻപെടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. കർത്താവേ, എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? രാവകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി, കണ്ണുനീർ എൻ്റെ ഭക്ഷണമായി. എവിടെ നിൻ്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തേക്ക് ഞാൻ അവരെ ആഘോഷയാത്രയായി നയിച്ചു. ആഹ്ലാദാദരവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു. ജനം ആർത്ത് ഉല്ലസിച്ചു. ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാനിതെല്ലാം ഓർക്കുന്നു. എൻ്റെ ആത്മാവെ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു. അതിനാൽ യോർദാൻ പ്രദേശത്തും ഹെർമോണിലും മീസാർ മലയിലും വെച്ച് അങ്ങേ ഞാൻ അനുസ്മരിച്ചു. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു. അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകുന്നു. കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രികാലത്ത് അവിടുത്തേക്ക് ഞാൻ ഗാനമാലപിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. അവിടുന്ന് എന്നെ മറന്ന് എന്തുകൊണ്ട്? ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്ക് വേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് എൻ്റെ രക്ഷാശിലയായ ദൈവത്തോട് ഞാൻ ചോദിക്കും. നിൻ്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു. മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു. എൻ്റെ ദൈവമേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവേർപ്പെടുന്നു? എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. കർത്താവേ, സങ്കീർത്തകൻ അങ്ങയുടെ തിരുസന്നിധിയിൽ വന്ന് അങ്ങയിലുള്ള ആശ്രയബോധം പ്രകടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ശക്തി പ്രാപിക്കുന്നു. അവൻ പ്രത്യാശയുള്ളവനായിത്തീരുന്നു. അവനിലേക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും ഒഴുകിയിറങ്ങുന്നു. ചുറ്റുപാടുമുള്ളവർ സങ്കീർത്തകനെ ചോദ്യം ചെയ്യുന്നു. നീ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു, എന്നിട്ട് നിൻ്റെ ദൈവം എവിടെയെന്ന് അവനെ കുറ്റപ്പെടുത്തി. പക്ഷേ ദൈവമനുഷ്യൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊള്ളുന്നു. ദൈവത്തിൽ നിന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും വരുന്നതെന്ന് അറിയുന്നു. അവൻ ഏത് അപകടങ്ങളുടെ നടുവിൽ കൂടി കടന്നുപോയാലും
ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നതിനാൽ അവൻ്റെ ജീവിതം അനുഗ്രഹപൂർണമായി തീർന്നു. അവിടുന്ന് നമ്മുടെ അഭയവും ശക്തിയുമാണ്. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്ന് പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിന് ഇളക്കം വരികയില്ല. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരായ പലതരത്തിലുള്ള തിന്മയുടെ ശക്തികൾ ആഞ്ഞടിക്കാൻ പാടുണ്ട്. നമ്മളെ ഭയപ്പെടുത്തുന്ന പല സംഗതികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പാടുണ്ട്. ചുറ്റുപാടും നോക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ തലപൊക്കി വരുന്നതായി നമ്മൾ കാണുന്നു. ഇവയെല്ലാം കാണുമ്പോൾ ദൈവവിശ്വാസമില്ലാത്തവൻ ഭയപ്പെട്ടു പോകും. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഏറ്റുപറയും, ദൈവമാണ് ഞങ്ങളുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഒരിക്കലും ആരെയും ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. അത് ദേവാലയത്തിൽ നിന്നും വലിയ ഒരു നീർച്ചാലായി ഒഴുകി ആ നീർച്ചാല് പിന്നീട് തോടായി, തോട് നദിയായി, നദിയിലൂടെ ഓളങ്ങൾ അതുപോലെ തന്നെ കപ്പലുകൾ സഞ്ചരിക്കത്തക്ക രീതിയിൽ അത് വലുതായിത്തീരുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണത്. ദേവാലയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവത്തിൻ്റെ കൃപ ഏറ്റുവാങ്ങുന്ന ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെ അനുഭവം കണ്ടെത്തും. അവൻ ഒന്നിനെ കൊണ്ടും ഭയപ്പെടുകയില്ല. അവനെ നയിക്കുന്നത് ദൈവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. അവിടുന്ന് സൈന്യങ്ങളുടെ ദൈവമെന്നാണ് വിളിക്കപ്പെടുന്നത്. 1000 കോടി ജനങ്ങളെ, എന്തുമാത്രം ജനങ്ങളെ നമുക്കെതിരായിട്ട് നിരന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പരിശ്രമിച്ചാലും, ആധുനിക ലോകത്തിൻ്റെ എല്ലാ മാരകായുധങ്ങൾ നമുക്കെതിരായിട്ട് തൊടുത്തു വിട്ടാലും അവയൊക്കെ നിർവീര്യമാക്കി തീർക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ സഹായം. നമുക്ക് ദൈവത്തിൻ്റെ ഈ കരുണയെ കൃപയെ ഓർത്ത് ദൈവത്തെ ഒന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, കരുണയായിട്ട് കടന്നു വരണമേ, കടന്നു വരണമേ, കടന്നു വരണമേ. യേശുവേ, കടന്നു വരണമേ, കടന്നു വരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ അനുഗ്രഹം ഞങ്ങൾ വന്നിറയട്ടെ. ഞങ്ങളൊക്കെ പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടട്ടെ. കർത്താവ് കൂടെയുള്ളവൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ്. അവൻ ആരെയും ഭയപ്പെടുകയില്ല. ദൈവം, സർവശക്തനായ ദൈവം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന തൻ്റെ ആ വിരൽ കൊണ്ട് സകല പ്രപഞ്ചത്തിലെ ശക്തികളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. നമുക്കൊരു ഗാനം ആലപിക്കാം. ദൈവത്തിൻ്റെ കരുണയെ ഓർത്തുക, ദൈവത്തെ സ്തുതിച്ച് നമുക്കൊരു ഗാനം ആലപിക്കാം. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിനെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ,
ആരിലും ശക്തമാം ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിനെന്നോടും ഇടപെടണേ. മാന്നീർത്തോടിനാ കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. ആ ജീവനെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആ ജീവനെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമാം ആരിലും ശക്തമാം ആരിലും ശ്രേഷ്ഠമാം ആരിലും ശക്തമാം ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിനെന്നോടും ഇടപെടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനായി മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമാം ആരിലും ശക്തമാം ആരിലും ശ്രേഷ്ഠമാം ആരിലും ശക്തമാം ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. നമ്മുടെ ഓരോരുത്തരുടെയും വലിയ നിലവിളിയാണ്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് രൂപപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ, ഞങ്ങളോടുകൂടി അങ്ങ് യാത്ര ചെയ്താൽ ഞങ്ങളുടെ ജീവിതം ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ ശക്തിയുള്ളതായിത്തീരും. ദൈവം പഴയ നിയമത്തിലെ മോശയോട് ആവശ്യപ്പെട്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളിയെ ഞാൻ കേൾക്കുന്നു, ഞാൻ അവരെ രക്ഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. നീ പോയി ആ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വരണം. ഈജിപ്തിലെ എൻ്റെ ജനത്തിൻ്റെ നിലവിളി, അവർ അടിമത്തത്തിൽ കിടന്ന് നിലവിളിക്കുന്നു. അവരുടെ നിലവിളിയുടെ സ്വരം എൻ്റെ പക്കലെത്തിയിരിക്കുന്നു. മോശ ദൈവത്തിൻ്റെ ഈ കൽപ്പനയുടെ മുമ്പിൽ ബലഹീനമായ തൻ്റെ അവസ്ഥയെ ഏറ്റുപറയുന്നു. ദൈവമേ, ഞാനവിടെ ചെന്ന് ഈ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വരുവാൻ ഞാൻ ആരാണ്? എനിക്കെന്ത് കഴിവാണുള്ളത്? എനിക്ക് സംസാരശക്തി പോലുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു പിടിപ്പിക്കണമെങ്കിൽ അത് സാധിക്കാത്ത വിക്കനായ ഒരു മനുഷ്യനാണ്. ദൈവം മോശയോട് പറയുന്നു, നീ അല്ല ഈ ജനത്തെ മോചിപ്പിക്കുന്നത്, ഞാനാണ് മോചിപ്പിക്കുന്നത്. ഞാൻ സർവശക്തനായ ദൈവമാണ്. നീ പോകുക, നിനക്ക് കൂടെ നിൻ്റെ കൂട്ടിന് വേണ്ടി ഞാൻ നിൻ്റെ സഹോദരൻ അഹ്റോനെ കൂടെ തരും. ദൈവം എന്തെങ്കിലും ഒരു പദ്ധതി പ്ലാൻ തയ്യാറാക്കിയാൽ അത് നടപ്പാക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ഊർജ്ജസ്വലതയും ആർജവത്വവും കർത്താവിനുണ്ട്. കർത്താവ് വെറുതെ പദ്ധതികൾ തയ്യാറാക്കുകയില്ല. ശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ ഉപകരണങ്ങളാക്കി തീർക്കുന്നു. നമ്മുടെ ഈ ഉപകരണങ്ങളുടെ പ്രത്യേകതകളൊന്നും ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്ന തടസ്സമല്ല. മോശ ദൈവത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഈ ജനത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവം ഇടയ്ക്ക് വെച്ച് കോപിഷ്ഠനായി ഈ ഇസ്രായേൽ ജനത്തിൻ്റെ മർക്കടമുഷ്ടി കൊണ്ട് ഞാൻ ഇനി ഇവരുടെ കൂടെ വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ മുന്നോട്ട് വിടരുത്, ഞങ്ങൾക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവം മോശയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും.
ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ ഈ ജനത്തിന് നേതൃത്വം വഹിക്കും, ഞാനാണ് നേതൃത്വം വഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം പദ്ധതികൾ തയ്യാറാക്കുന്നു. ആ പദ്ധതികൾ നടത്താൻ വേണ്ടിയിട്ട് ദൈവം മനുഷ്യരുടെ ഉപകരണങ്ങളാക്കുന്നു. ഈ മനുഷ്യരെല്ലാം അത് നടപ്പാക്കുന്നത് പ്രത്യേക ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു യാത്രയാണ്. ഈ അടിമത്തത്തിൽ നിന്നും, ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ നിന്നും, പലതരത്തിലുള്ള തിന്മയുടെ അടിമത്തങ്ങൾക്കും ബന്ധനങ്ങൾക്കും അടിപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എങ്ങനെ ഈ ജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുമെന്നറിയാതെ വിഷമിക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തിലുണ്ട്. കുടുംബജീവിതക്കാർ പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ പത്രോസും ശിഷ്യന്മാരും തടാകത്തിലെ വലിയ കോളിടക്കത്തിൻ്റെ നടുവിൽ തിബേരിയസ് കടലല്ലെങ്കിൽ തടാകത്തിലെ വലിയ കോളിളക്കത്തിൽപ്പെട്ട് നട്ടം തിരിഞ്ഞപ്പോൾ അവർ നിലവിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ, ഞങ്ങളിതാ മുങ്ങിത്താഴാൻ പോകുന്നു, അങ്ങ് ഞങ്ങളെ ഗവനിക്കുന്നില്ലേ എന്ന് പത്രോസ് കർത്താവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കർത്താവ് പടവിൽ തന്നെ ഉണ്ടായിരുന്നു, കിടന്നുറങ്ങുകയായി. ശിഷ്യന്മാരെ വള്ളവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കാറ്റിലും കോളിലും കേട്ട് ആ വള്ളം വഞ്ചി വലിയ കോളിൽപ്പെട്ട് മുങ്ങാൻ പോകുമ്പോൾ കർത്താവ് ശാന്തമായി അവിടെ തന്നെ കിടന്നുറങ്ങി. കർത്താവിന് ഒന്നിനെ പറ്റിയും ഭയമില്ല. കർത്താവെ, ഞങ്ങൾ മുങ്ങിത്താഴാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എഴുന്നേറ്റു. അല്പവിശ്വാസികളെ, നിങ്ങളെന്തിനു ഭയപ്പെട്ടു? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? കർത്താവ് ഉടൻ തന്നെ ആ കാറ്റിനെയും കോളിനെയും ശാസിച്ചു ശാന്തമാക്കി. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ഇതുപോലെയുള്ള ഓരോ തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, കൊടുങ്കാറ്റുകൾ, ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ, പരാജയങ്ങൾ, രോഗപീഠകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, കുടുംബസമാധാനമില്ലാത്ത അവസ്ഥ, ഇവയെല്ലാം വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് എല്ലാം നശിച്ചു എന്ന് പറയരുത്. നമ്മൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കണം. ദൈവത്തെ വിളിച്ചാൽ ഉടൻ തന്നെ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. വിളിപ്പുറത്തുള്ളവനാണ് നമ്മുടെ ദൈവം. ഏത് കഷ്ടതകളുടെ നടുവിലും ഒറ്റപ്പെട്ട അവസ്ഥയിലും ദൈവമേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ, കടന്നു വരണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ദൈവം നമുക്ക് ശക്തി നൽകും. ആ കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യാൻ. നമ്മുടെ യാത്രയിൽ നമുക്ക് തുണയായി, കാവലായി അവിടുന്ന് നമ്മളെ നയിക്കുന്നതിൻ്റെ പ്രതീകമാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത അടിമത്തത്തിൽ നിന്നും വാഗ്ദാന ഭൂമിയിലേക്കുള്ള യാത്ര. നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗോന്മുഖമായ യാത്രയുടെ ഏതാണ്ട് ഒരു മുന്നനുഭവം നമ്മുടെ മുമ്പിൽ തരികയാണ്. അപ്പോൾ ആ ജനത്തെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ നയിക്കുന്നു. അവർക്ക് വെല്ലുവിളികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നേരിടേണ്ടതായി വന്നു. കർത്താവിന് വെല്ലുവിളികളൊക്കെ ഇഷ്ടമാണ്. കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ഞാൻ ഫറവോയുടെ മനസ്സിനെ കഠിനമാക്കും. നീ പറയുന്നതൊന്നും അവൻ അനുസരിക്കുകയില്ല, ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മളെപ്പോലെയല്ല. നമ്മളാണെങ്കിൽ എങ്ങനെയെങ്കിലും വഴികൾ ഹൃദ്യമാക്കി തീർക്കണം. അതിലുള്ള വെല്ലുവിളികളെല്ലാം എടുത്തു മാറ്റണം. സ്മൂത്തായിട്ടുള്ള ഒരു യാത്ര, എക്സ്പ്രസ് ഹൈവേ പോലുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അവൻ്റെ ഹൃദയത്തെ ഞാൻ കഠിനമാക്കും. നീ പറയുന്നതൊന്നും അവൻ അനുസരിക്കുകയില്ല, പക്ഷേ അവനെ ഞാൻ മുട്ടുമടക്കിക്കും, അവൻ എൻ്റെ മുമ്പിൽ തല കുനിക്കും. അപ്പോൾ ഈ ജനത്തെ വിട്ടുകൊടുക്കാൻ അവൻ അനുവദിക്കും. പ്രിയപ്പെട്ടവരെ, വെല്ലുവിളികളുണ്ടാകട്ടെ, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകട്ടെ, സംഘർഷങ്ങളുണ്ടാകട്ടെ, ഇവയെല്ലാം അതിജീവിച്ച ശക്തനായ ഒരു ദൈവമാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ദൈവം വെല്ലുവിളികളെ നേരിട്ട് പാപത്തെയും മരണത്തെയും സാത്താനെയും കീഴടക്കിയവനാണ്. അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ പിന്നാലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടുന്ന് പാപത്തെയും മരണത്തെയും സാത്താനെയും കീഴടക്കി. ഇവയൊക്കെയല്ലേ നമ്മളെ ഓരോരുത്തരെയും അലട്ടുന്ന പ്രശ്നങ്ങൾ. എല്ലാ തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവനായ ഒരു ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നേറുന്ന നമ്മളെന്തിന് ജീവിതത്തിൽ ഭയപ്പെടണം?
ആശങ്ക നമ്മൾ എന്തിനെ കാത്തു സൂക്ഷിക്കണം? ഒന്നും ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തില് നമ്മൾ പ്രകാരം വായിക്കുന്നു, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചന ദ്രവ്യമായ ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. നമ്മളൊക്കെ ദൈവ മഹത്വത്തിനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, രൂപപ്പെടുത്തപ്പെട്ടവരാണ്. കർത്താവ് അവിടുത്തെ തിരുരക്തം വിലയായി കൊടുത്ത് രക്ഷിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടവരും അമൂല്യരും പ്രിയങ്കരരുമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ അസ്വസ്ഥരാകരുത്, നിരാശപ്പെടരുത്, വ്യഗ്രത കാണിക്കരുത്, എല്ലാം നശിച്ചു എന്ന് പറയരുത്. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല, അന്യദേവന്മാരല്ല, ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവ് തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി വിശുദ്ധീകരിച്ച് സ്വന്തമാക്കിയ ജനമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഏത് വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി നമ്മുടെ കർത്താവ് നമുക്ക് നൽകും. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയായി, കരുണയായി, അനുഗ്രഹമായി, സഹായമായി അങ്ങ് കടന്നു വരണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശ വഹിക്കുന്നു. അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ. ലോകത്തുള്ള ഭരണാധികാരികളിലല്ല ഞങ്ങളുടെ പ്രത്യാശ. യേശു തമ്പുരാനിലാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിലാണ്. ഹല്ലേലൂയ. ഈശോയേ വന്നിടണേ, കരതാരിൽ നിറവോടേവം. ഈശോയേ വന്നിടണേ, കരതാരിൽ നിറവോടേവം. ഉരുകുന്നു മനമായി, ഉരുകുന്നു സ്വരമായി, അനുതാപമോടുന്നു അണയുന്നിതാ. ഉരുകുന്നു മനമായി, ഉരുകുന്നു സ്വരമായി, അനുതാപമോടുന്നു അണയുന്നിതാ. അൾത്താരയിൽ കണ്ട തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ദിവ്യസ്നേഹം. അൾത്താരയിൽ കണ്ട തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ദിവ്യസ്നേഹം. ഈശോയേ വന്നിടണേ, കരതാരിൽ നിറവോടേവം. ഓസ്തിയിലങ്ങേ കാണുന്ന നേരം ഇടനെഞ്ചു നീറി കരയുന്നു ഞാൻ. ഈശോനാഥാ നീ എന്നെ ഒരു നോക്കു കാണാതെ പോകരുതേ. കാൽവരിയിൽ നീ ക്രൂശിതനായി കരുണാദ്ര സ്നേഹം ഞങ്ങൾക്കു നൽകി.
കാൽവരിയിൽ നീ ക്രൂശിതനായി കരുണാർദ്ര സ്നേഹം ഞങ്ങൾക്കു നൽകി. ഈശോയേ വന്നിടണേ കരതാരിൽ നിറവോടേവം. ഓസ്തിയിലങ്ങേ കാണുന്ന നേരം ഇടനെഞ്ചു നീറി കരയുന്നു ഞാൻ. ഈശോനാഥ നീ ഇന്നെന്നെ ഒരു നോക്കു കാണാതെ പോകരുതേ. കാൽവരിയിൽ നീ ക്രൂശിതനായി കരുണാർദ്ര സ്നേഹം ഞങ്ങൾക്കു നൽകി. കാൽവരിയിൽ നീ ക്രൂശിതനായി കരുണാർദ്ര സ്നേഹം ഞങ്ങൾക്കു നൽകി. ഈ കാലമത്രയും നല്ലവനായ ദൈവം നമുക്ക് നൽകിയ നന്മകളെ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അയവിറക്കാം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞെങ്കിൽ മാത്രമേ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. കർത്താവേ, കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ വിശ്വാസമുള്ള കത്തോലിക്ക വിശ്വാസമുള്ള മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് അവസരം നൽകി. ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും ബുദ്ധിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി. ചെറുപ്പകാലത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായിരുന്ന ശിക്ഷണം ഓരോ ഭവനത്തിൽ മാതാപിതാക്കന്മാരിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മതപഠന മേഖലകളിൽ നിന്നുമൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയും സത്യദൈവത്തെ അറിയുവാൻ, സ്നേഹിക്കുവാൻ, ആ ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുവാൻ, ആ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ദൈവമേ, ഈ ഭാരതത്തിൽ തന്നെ ഏതാണ്ട് 148 കോടി ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഈ ഭാരതത്തിൽ വിശ്വാസമുള്ളവരെ കൈവിരലിൽ എണ്ണാനും മാത്രമുള്ളവരേ ഉള്ളൂ. സത്യദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള അറിവ് ലഭിച്ചിരിക്കുന്നവര് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. ആ ചുരുക്കം ആളുകളിലും യഥാർത്ഥത്തിലുള്ള വിശ്വാസം പങ്കുവെച്ചുകൊണ്ട് കൃത്യമായ ദേവാലയത്തിൽ പോകുകയും ടിവിയിൽ പങ്കെടുക്കുകയും കൂദാശകൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണവും പരിമിതമായിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന് ഒത്തിരി ഒത്തിരി വ്യഗ്രതകളുടെയും ആശങ്കകളുടെയും നേട്ടങ്ങളുടെയും പിന്നാലെ പരക്കം പായുന്ന ജനതകളുടെ ഇടയിൽ സത്യദൈവത്തിന് പൂർണ്ണമായ ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിച്ച വളരെ ചുരുങ്ങിയ ഒരു കൂട്ടത്തിൽപ്പെട്ടവരാണ്. ചെറിയ ആട്ടിൻകൂട്ടമാണ് നമ്മളോട് പറയുന്ന ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും കർത്താവിനെ അറിഞ്ഞ രക്ഷകനായി സ്വീകരിച്ചു എന്ന് വരികയില്ല എങ്കിലും ലോകത്തിൽ മുഴുവനും സുവിശേഷം പ്രഘോഷിക്കപ്പെടും. എന്നാൽ കർത്താവിനെ രക്ഷകനും നാഥൻ ദൈവമായി ഏറ്റുപറയുകയും യഥാർത്ഥത്തിലുള്ള വിശ്വാസം, കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ പരിമിതമായിരിക്കും. അങ്ങനെ പരിമിതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് എബ്രാഹത്തിലൂടെ ഒരു ജനതയ്ക്ക് രൂപം കൊടുത്തു. അവരിൽ നല്ലൊരു ഭാഗം ആളുകൾ ചിത്രിക്കപ്പെടുകയും പല തരത്തിലുള്ള യുദ്ധങ്ങൾക്ക് എല്ലാം ഇരയായി തീർന്ന് മരിക്കുകയും അടിമകളാക്കി കൊണ്ടുപോകപ്പെടുകയും ലോകം മുഴുവനും ചിതറിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും
ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ ഒരു ജനവിഭാഗത്തിൻ്റെ ഭാഗമാണ് യഹൂദ ജനത. അവരോട് ദൈവം കരുണ കാണിച്ചെങ്കിൽ ദൈവം നമ്മളോട് അതിനേക്കാൾ ഉപരിയായ കരുണ കാണിക്കും. എബ്രാഹാം പിതാവിലൂടെ നമ്മൾക്ക് കൈമാറി കിട്ടിയിരിക്കുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പിതാവായിട്ടാണ് എബ്രാഹത്തെ നമ്മൾ കാണുന്നത്. എബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവൻ്റെ രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചു. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് യേശുദമ്പരാനുള്ള വിശ്വാസമാണ്. ആ ദൈവം നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യവനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജനത്തിന് നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ എല്ലാം നമ്മളെ നയിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിപാലനയുമാണ്. എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും എടുത്തു പറയാനുണ്ടാകും. നമ്മളൊക്കെ ഇന്നായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. എത്രയോ അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, രോഗപീഠകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, സാമ്പത്തിക പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ രക്ഷപ്പെട്ടു, ശത്രുക്കളുടെ ഇടയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. എല്ലാം ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം. ചിലപ്പോഴൊക്കെ ആളുകൾ വളരെ വ്യക്തമായി പറയുന്ന, കർത്താവ് അച്ഛാ, ഞങ്ങളൊക്കെ ഇന്നായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവം എത്രയോ നല്ലവനാണ്, അവിടെ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തി ഞങ്ങളുടെ അപകടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ കൈപിടിച്ചുയർത്തത് ഞങ്ങളുടെ ദൈവമായ കർത്താവാണ്. അവിടെ നിന്ന് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവം ഞങ്ങൾക്ക് ശക്തിയും പ്രകാശവും നൽകുന്നു. അപ്പോൾ ദൈവത്തെ നമ്മളെപ്പോഴും നന്ദിയോടെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം. നമുക്ക് സംസാരിക്കാൻ ശക്തിയുണ്ടെങ്കിൽ അതിന് നന്ദി പറയണം. കണ്ണുകൾ കൊണ്ട് കാണാൻ ശക്തിയുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. നമുക്ക് നീങ്ങുവാൻ കാലുകളും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ കൈകളുമുള്ളതിന് ദൈവത്തിന് നന്ദി പറയണം. നമുക്ക് ഒരുവിധം ചിന്തിക്കുവാനും വിലയിരുത്തുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ അതിന് നന്ദി പറയണം. അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്തതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. മാമോദീസായിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളും യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായി സ്വർഗസൗഭാഗ്യത്തിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അർഹരാക്കി തീർത്തു. അതിന് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. പരിശുദ്ധാത്മാനെ നൽകി നമ്മെ ഓരോരുത്തരെയും ദൈവമക്കളാക്കി സീല് ചെയ്ത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിനായിട്ട് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഇതിന് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. നമ്മളിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ ചിന്താഗതികളുമായി കഴിയുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ദൈവത്തെ അറിയാത്തവരെ അറിഞ്ഞിട്ടും ദൈവത്തെ തിരസ്കരിച്ച് ദൈവചിന്തയില്ലാതെ ജീവിക്കുന്നവരും ഭൗതികമായ കാഴ്ചപ്പാടുകൾ ആയും വെറുതെ എങ്ങനെങ്കിലും ജീവിച്ച് പണമുണ്ടാക്കുക, ലക്ഷ്യം നേടാൻ വേണ്ടി ഏത് അക്രമവും പ്രവർത്തിക്കുക എന്ന് പറയുന്ന ചിന്താഗതികളുള്ളവരുടെ നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മെ തിരസ്കരിക്കുന്നവരും നമ്മുടെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരും ദൈവവിശ്വാസം പുച്ഛിച്ച് പുറന്തള്ളുന്നവരുടെ നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെ അറിയാൻ, ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാൻ, ആ ദൈവത്തെ സ്നേഹിക്കാൻ ആ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ജീവൻ്റെ ജലത്തിൽ നിന്നും പാനം ചെയ്യാൻ, അവിടുത്തെ ശരീരവും രക്തവും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ശക്തി ചൈതന്യമായിരിക്കുന്ന വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കളുടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം സ്വീകരിച്ചു വാങ്ങിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു.
ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമക്കളാക്കി തീർത്തതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുവാൻ വിശ്വാസ ചൈതന്യം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കൂദാശകളിലൂടെ അങ്ങയുടെ ജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പലതരത്തിലുള്ള തിന്മകളുടെ നീർച്ചോടിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് ജീവിതം തകർന്ന് തരിപ്പണമായി പോകാൻ പോകുന്ന അവസരങ്ങളിൽ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷപ്പെടുത്തി അങ്ങയുടെ കൃപയോർത്ത് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയുടെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ഓരോരുത്തരെയും സ്വർഗ സൗഭാഗ്യത്തിനും നിത്യജീവനും അർഹരാക്കിയിരിക്കുന്നതിനെ ഓർത്ത് നമ്മൾ സ്തുതിക്കുന്നു. ഈ ആത്മാവാണ് സത്യത്തിൻ്റെ ആത്മാവ്. നമ്മെ ഓരോരുത്തരെയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമുക്ക് നമ്മുടെ വഴികാട്ടികളായി നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയം എപ്പോഴും നമുക്ക് തുണയായിട്ടുണ്ട്. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ വലിയൊരു മുതൽക്കൂട്ടാണ് പരിശുദ്ധ കന്യാമറിയത്തിലുള്ള ആശ്രയബോധവും വിശ്വാസവും. ഈ അമ്മ നമുക്ക് ഓരോരുത്തർക്കും അമ്മയാണ്. യേശു തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും തുണയായി, കാവലായി, രക്ഷകന്റെ അമ്മയായി, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന വ്യക്തിയായി, രക്ഷകനിലേക്ക് നമ്മളെ നയിക്കുന്ന വ്യക്തിയായി ഇരിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി നൽകി ഈ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു. ആ അമ്മയുടെ പരിശുദ്ധിയിലൂടെ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ആ അമ്മയിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ദൈവസന്നിധിയിലേക്ക്, യേശുവിലേക്ക് കടന്നു ചെല്ലുവാനും നമുക്ക് അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മേ, കന്യകാമറിയമേ, ഞങ്ങളുടെ അമ്മേ, അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മയായിരിക്കണമേ. യേശു തമ്പുരാൻ്റെ അമ്മയായിരിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും അമ്മയായിരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ അമ്മയായിരുന്നാൽ ഞങ്ങൾക്കും ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ, നിർമ്മലതയോടെ ജീവിക്കുവാൻ, സാത്താൻ്റെ എല്ലാ കണികളിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കും. അമ്മേ, മാതാവേ, പരിശുദ്ധ കന്യാമറിയമേ, യേശുവിൻ്റെ അമ്മേ, രക്ഷകന്റെ അമ്മേ, ഞങ്ങളുടെയും അമ്മയായി യേശു തമ്പുരാൻ അങ്ങേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളല്ലോ. അമ്മയുടെ കാപ്പയുടെ കീഴിൽ സംരക്ഷണയിൽ ഞങ്ങളെ കൂടെ കാത്തുകൊള്ളണമേ. സാത്താനെതിരായിട്ടുള്ള സമരത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തിയും ചൈതന്യവുമായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാൽ ഞങ്ങൾ ഏത് വെല്ലുവിളികളെ നേരിടും. അമ്മേ, മാതാവേ, ഞങ്ങളുടെ കരുണയ്ക്കായി, കൃപയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ അമ്മേ, മാതാവേ, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളായി പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് നിരന്തരം സഹകരിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് ആമേൻ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ തിരുഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവഹിതത്തിന് പരിപൂർണമായ ആത്മസമർപ്പണം നടത്തിയതുപോലെ ഞങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ ദൈവഹിതത്തിന് പരിപൂർണമായ ആമേൻ പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് തുണയായിരിക്കണമേ, കാവലായിരിക്കണമേ, സംരക്ഷകയായിരിക്കണമേ. ഞങ്ങളെ വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ. പാപത്തിൻ്റെ ബന്ധങ്ങൾ ഞങ്ങളെ വിടുതൽ തരണമേ. സാത്താനെതിരായിട്ടുള്ള ഞങ്ങളുടെ സമരത്തിൽ അമ്മേ, അങ്ങ് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ജീവനെ കാലം നീ വലിയതാണെനിക്ക്, എൻ ജീവനെ കാലം നീ വലിയതാണെനിക്ക്, എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ
ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ആരാധന. ഇസ്രായേൽ ജനതയെ വാഗ്ദാന ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മോശ നിയമാവർത്തന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. മനോഹരമായ രീതിയിൽ തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ നിർത്തുന്നത് പോലെ അവിടുന്ന് ഇസ്രായേൽ ജനതയെ കൂടെ നിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തു. നിയമാവർത്തനം 32:10 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കും. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യതയെ ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരി പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ചു, തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. അന്യദേവന്മാരാരും അവനോട് ഒത്തുണ്ടായിരുന്നില്ല. ഭൂമിയിലെ ഉത്തംഗ തലങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ചെയ്യിച്ചു. വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു. പാറയിൽ നിന്ന് തേനും കഠിനശിലയിൽ നിന്ന് എണ്ണയും അവിടുന്ന് അവന് കുടിക്കാൻ കൊടുത്തു. കാലിക്കൂട്ടത്തിൽ നിന്നും തൈരും ആട്ടിൻപറ്റങ്ങളിൽ നിന്നും പാലും ആട്ടിൻകുട്ടികളുടെയും മുട്ടാടുകളുടെയും ഭാഷാൻ കാലിക്കൂട്ടത്തിൻ്റെയും കോലാളുകളുടെയും കൊഴുപ്പും
വിശിഷ്ടമായ ധാന്യവും നിനക്ക് നൽകി. ശുദ്ധമായ മുദ്രച്ചാറ് നീ പാനം ചെയ്തു. യശ്രൂൻ തടുത്ത് ശക്തനായി കൊഴുത്തു മിനുങ്ങി അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ അറിയാതെ പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഇസ്രായേൽ ജനത കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ തങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന അടിമത്തത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് സംരക്ഷിച്ച മണലാരണ്യത്തിൽ കൂടെ എല്ലാ സംരക്ഷണം നൽകിയ ആ ദൈവത്തെ മറന്നുപോയി എന്ന തിരുവചനം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി സ്നേഹിച്ച് സംരക്ഷിച്ച് കുഞ്ഞുങ്ങളെ കഴുകൻ പക്ഷി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് പോലെ അങ്ങനെ നമ്മെ ഓരോരുത്തരെയും സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരങ്ങളാണ്, ശക്തിയാണ്, പരിപാലനയാണ്. നമ്മൾ വളർന്ന ഓരോ നിലയിലായി കഴിയുമ്പോൾ ദൈവത്തെ തിരസ്കരിക്കുവാനും തള്ളിപ്പറയുവാനുള്ള ദുഷ്പ്രേരണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പാടുണ്ട്. ഇസ്രായേൽ ജനതയുടെ തകർച്ചയ്ക്കുള്ള എല്ലാ കാരണങ്ങളും വീണ്ടും അവർ പല പ്രാവശ്യം അടിമത്തത്തിലേക്ക്, അസീറിയക്കാരുടെ അടിമത്തത്തിലേക്ക്, വീണ്ടും ഈജിപ്തിലേക്ക് അടിമത്തത്തിലേക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള അടിമത്തങ്ങൾ, ബാബിലോൺകാരുടെ അടിമത്തത്തിൽ ഇവിടെ എല്ലാം ചെന്ന് ഇവരെ തകർന്ന് തരിപ്പണമായി തീർന്നത് ഇസ്രായേൽ ജനത ദൈവത്തെ ഉപേക്ഷിച്ചതിൻ്റെ ഫലമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയുമൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല. ദൈവം നമ്മളെ കൂടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ബലഹീനതയാണ് അവൻ വളർന്ന് പച്ചപിടിച്ച് കഴിയുമ്പോൾ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തെ തിരസ്കരിക്കുക എന്ന് പറയുന്നത്. അത് ഇസ്രായേൽ ജനത്തിന് തകർച്ചയുടെ കാരണമായെങ്കിൽ, അടിമത്തത്തിൻ്റെ കാരണമായെങ്കിൽ, അവിടെ എല്ലാം വലിയ അഹങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ പ്രശസ്തിയുടെ അടയാളമായ ജെറൂസലേം ദേവാലയം തകർന്ന് തരിപ്പണമായി കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിലായിപ്പോയെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ അഹങ്കാരവും ദൈവത്തെ തിരസ്കരിച്ചതിൻ്റെ ഫലമാണ്. പ്രിയപ്പെട്ടവരെയും, ചരിത്രം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. ചരിത്രം നമ്മൾ മറക്കരുത്. എത്രയെത്രയോ സാമ്രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി. അതുപോലെ തന്നെ എത്രയെത്രയോ ഭരണാധികാരികളെ, ഹിറ്റ്ലർ, മുസോളിനിയെ പോലെയുള്ളവരെ അവരെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട് പരിശ്രമിച്ചു. എന്നാൽ അവരുടെ സാമ്രാജ്യങ്ങളും അവർ വാരിക്കൂട്ടിയത് എല്ലാം തകർന്ന് തരിപ്പണമായി. ജീവൻ പോലും അതിനർത്ഥമില്ലാതെ ആത്മഹത്യ ചെയ്ത വലിയ ആ ഭരണാധികാരികളെ, അവരുടെ ജീവിതത്തിൻ്റെ തകർച്ച നമ്മുടെയും മുന്നോടിയായി നമുക്ക് വഴികാട്ടേണ്ടതാണ്. എവിടെ മനുഷ്യൻ ദൈവത്തെ തള്ളിപ്പറയുമോ അവിടെ ധാർമ്മികത നഷ്ടപ്പെടും. എപ്പോൾ മനുഷ്യൻ ധാർമ്മിക വികാരങ്ങളെ തള്ളിപ്പറയുമ്പോൾ അവിടെ പിശാച് വന്ന് ആധിപത്യം ഉറപ്പിക്കും. പിശാച് നമ്മളെ കൂടെ കൂടുന്നതാണ് കടിച്ചു കീറാനും കൊല്ലാനും കടിച്ചു കീറാനും നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അവൻ്റെ കെണികളെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറ സാത്താൻ്റെ കെണികളെ തിരിച്ചറിയാൻ, വിവേചിച്ചറിയാൻ പരാജയപ്പെടുന്നുള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആകർഷകമായി നമുക്ക് തോന്നുന്ന പലതും വെറും കെണികളാണ്. ആ കെണികളിൽ ചെന്ന് വീഴുന്നവരെ തകർന്ന് തരിപ്പണമാകും. കർത്താവാകുന്ന പാറയ്ക്കെതിരെ ഏറ്റുമുട്ടുന്നത് നമുക്ക് നാശകാരണമാകും. ദൈവമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത്, കൃപയാനുഗ്രഹം നൽകുന്നത്, എല്ലാ നന്മകളും തരുന്നത് ദൈവമാണെന്നുള്ള ആഴമായ അവബോധം ഉണ്ടാകട്ടെ. മറ്റുള്ളവർ ചെയ്തു കൂട്ടിയ തിന്മകളെ, തിരസ്കരണങ്ങളെ, ദൈവനിഷേധം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കരുത്. നിരീശ്വരവാദികൾക്ക്, ദൈവത്തെ തള്ളിപ്പറയുന്നവർക്ക് ധാർമ്മികത ഉണ്ടാകില്ല. അങ്ങനെ ധാർമ്മികതയില്ലാത്തവൻ ഒരിക്കലും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവമെന്ന യേശുദമ്പുരാനാണ് നമ്മുടെ നേതാവ്. അവിടുന്ന് പാപത്തെയും മരണത്തെയും സാത്താനെയും കീഴടക്കിയവനാണ്. അവൻ്റെ പിന്നിലാണ് നമ്മൾ അണിചേർന്നിരിക്കുന്നത്. അവിടുന്ന് നമ്മെ തള്ളിപ്പറയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മളെ വഴിയിൽ നമ്മളെ തിരസ്കരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മളെ കൂടെ നിർത്തുന്ന ഒരു ദൈവമാണ്.
നമ്മുടെ ജീവിതങ്ങളെ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. യേശുതമ്പുരാനെ, ഞങ്ങളൊക്കെ പാപികളും ബലഹീനരുമാണ്. അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ആ കാര്യം ചിലപ്പോൾ ഞങ്ങൾ അറിയാതെ തിരസ്കരിച്ച് ഞങ്ങളെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിയമാവർത്തന പുസ്തകം 33 നമ്മൾ വീണ്ടും വായിക്കുന്നു. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസ്സോളം നിന്റെ ശക്തിയും. ഇസ്രായേൽ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ, അവിടുന്ന് പറയും. ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും. യാക്കോബിന്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും. ആകാശം മഞ്ഞു പൊഴിക്കും. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ. നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെ പോലെ മറ്റേത് ജനതയാണുള്ളത്. ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടിമെതിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നമ്മുടെ ശക്തിയും ചൈതന്യവും. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസ്സോളോ നിന്റെ ശക്തിയും. ഇസ്രായേൽ, നമ്മളാണ് പുതിയ ഇസ്രായേൽ. ദൈവത്തിന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഇസ്രായേലാണ് നാം. നിന്റെ ദൈവത്തെ പോലെ മറ്റാരാണുള്ളത്? നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാശ്വതമായ ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ, അവിടുന്ന് പറയും. ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും. യാക്കോബിന്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും. ആകാശം മഞ്ഞു പൊഴിക്കും. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ. നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ സംരക്ഷണമാണ് നമുക്കുള്ളത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഒരു സ്തുതിപ്പ് പാടി ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ നേകപുത്രനാം
പുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയ എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയ എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പരിശുദ്ധ പരമദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ച ഉണ്ടായിരിക്കട്ടെ.